കോർപ്പറേഷൻ കൗൺസിലിന്റെ സുഗമമായ നടത്തിപ്പിന് കേവല ഭൂരിപക്ഷം തികയ്ക്കുവാൻ ലക്ഷ്യമിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർക്ക് പിന്നാലെ ബിജെപി. സ്വതന്ത്രരിൽ ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച ശേഷം LDFും UDFും പുറത്തുനിന്ന് പിന്തുണയ്ക്കുവാനുള്ള സാധ്യത ബിജെപി കാണുന്നുണ്ട്. ഇനി വോട്ടെടുപ്പ് നടത്തുവാനുള്ള വിഴിഞ്ഞം ബിജെപിക്ക് പ്രതീക്ഷയുള്ള വാർഡല്ല. 2 സ്വതന്ത്രരിൽ ഒരാളെയെങ്കിലും ഒപ്പം കൂട്ടുവാനാണ് ബിജെപിയുടെ ശ്രമം. ഒരാളുമായി പ്രാദേശിക നേതൃത്വം അനൌദ്യോഗിക ചർച്ച നടത്തി. അതേസമയം പാർട്ടി വിമതനായാണ് മത്സരിച്ചതെങ്കിലും പൗണ്ടുകടവ് വാർഡിൽ വിജയിച്ച സുധീഷ് കുമാറിനെ ഒപ്പം കൂട്ടാൻ UDF ശ്രമിക്കുന്നുണ്ട്. കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ് രണ്ടാമൻ. തെരഞ്ഞെടുപ്പ് നടത്തിയ 100-ൽ 50 വാർഡ് ബിജെപി നേടി. LDF 29, UDF 19 വീതം സീറ്റ് നേടി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബിജെപിക്ക് കോർപ്പറേഷൻ ഭരിക്കാം. കേവല ഭൂരിപക്ഷം തികയാത്തത് ഭാവിയിൽ വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തലിലാണ് അംഗസംഖ്യ 51 ആക്കാൻ സ്വതന്ത്രരുടെ പിന്തുണയ്ക്ക് ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDFും UDFും ഒരുമിക്കാൻ സാധ്യതയില്ലെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇരു മുന്നണികൾക്കും പിന്തുണ നൽകിയാൽ തിരിച്ചടിയാകുമെന്നാണ് ബിജെപി വിലയിരുത്തൽ. സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഒരാളെ മേയർ സ്ഥാനത്ത് നിർത്തി പുറത്തുനിന്ന് പിന്തുണ നൽകിയാൽ LDF UDF കൂട്ടുകെട്ട് എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കാനും കഴിയില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനും കരമന അജിത്തിനുമാണ് മേയർ സ്ഥാനത്തേക്ക് മുൻഗണന. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെയും RSSന്റെയും അഭിപ്രായം തേടിയ ശേഷമേ അന്തിമ പ്രഖ്യാപനമുണ്ടാകൂ. മുൻ DGP R ശ്രീലേഖയും പരിഗണനയിലുണ്ടെങ്കിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമായതിനാൽ 2 സുപ്രധാന തസ്തികകളിലേക്കും വനിതകൾക്ക് അവസരം കൊടുക്കുമോ എന്നതും കേന്ദ്ര തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് LDFും UDFും അറിയിച്ചു.